അവരെ ദൈവത്തിങ്കിലേക്ക് നയിക്കുന്ന വഴികാട്ടികളായി, ചൂണ്ടുപലകകളായി ഇനി എന്നാണ് നമ്മളെയൊക്കെ അവരൊന്ന് മനസ്സിലാക്കി തുടങ്ങുക? അപ്പൻ്റെ അമ്മയുടെയും മാത്രം കാര്യമല്ല കേട്ടോ, കൂട്ടുകാരടക്കം എല്ലാവർക്കുമുള്ള നിയോഗമാണിത്. എൻ്റെ ഒപ്പമുള്ളവരെ ദൈവത്തിങ്കിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്ന കാര്യം നമ്മൾ 2 ദിവസം മുമ്പ് ധ്യാനിച്ചേ ഉള്ളൂ. അങ്ങനെ എൻ്റെ പ്രിയപ്പെട്ടവർക്ക് ദൈവത്തെങ്കിലേക്കുള്ള ചൂണ്ടുപലകയാണ് ഞാനെന്ന് തോന്നത്തക്ക വിധത്തിൽ എൻ്റെ ജീവിതം ഒന്നും മാറേണ്ട കാര്യമില്ലേ? ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, ആത്മീയതയിലേക്ക് അവരെ നയിക്കാനായിട്ട് ഒരു നിർബന്ധവും പിടിക്കാതിരിക്കുമ്പോൾ, നമ്മൾ പതിയെ പതിയെ അവരെ വഴിതെറ്റിക്കുക തന്നെയാണ് ചെയ്യണമെന്നറിയണം. ഓരോരുത്തരും നടക്കേണ്ട വഴിയെ, ഇഷ്ടമുള്ള വഴിയെ അവരെ അവർക്കിഷ്ടമുള്ള വഴിയെ അവരെ കൊണ്ടുപോകുന്നവനല്ല, നേരെ മറിച്ച് അവർ നടക്കേണ്ട വഴിയെ നിർബന്ധിച്ചിട്ടാണെങ്കിലും അവരെ നടത്തുന്നവനാണ് നേതാവെന്ന് പറയാറുണ്ട്. കൂട്ടുകാരും പ്രിയപ്പെട്ടവരും മാതാപിതാക്കളും അച്ഛന്മാരും സിസ്റ്റേഴ്സും കാറ്റഗിസം ടീച്ചേഴ്സും ഒക്കെ ഇങ്ങനെ ആത്മശോധന നടത്തേണ്ട ഒരു കാര്യമാണിത്. എൻ്റെ അടുത്ത് വന്ന് എപ്പോഴാണ് കൂടെയുള്ളവർ പ്രാർത്ഥനയെക്കുറിച്ച് സംസാരിച്ചിട്ടുള്ളത്? എപ്പോഴാണ് വചനം വ്യാഖ്യാനിച്ചു തരാൻ പറഞ്ഞിട്ടുള്ളത്? എപ്പോഴാണ് കർത്താവിൻ്റെ കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കാനായിട്ടൊന്ന് പോയാലോ എന്ന് ചോദിച്ചിട്ടുള്ളത്? ഫുഡ് കഴിക്കാൻ പോവാമെന്ന് ചോദിക്കാനായിട്ട് നമ്മുടെ അടുത്ത് ആളുകൾ ഒരുപാട് പേര് വരുന്നുണ്ട്. അവരുടെ കുറ്റമൊന്നുമല്ല, അതിനകത്താണ് പ്രയോറിറ്റി എന്ന് അവർക്ക് തോന്നിയിട്ടുണ്ടാവും. പിന്നെ ലജ്ജ തോന്നിപ്പിക്കുന്ന കാര്യമാണ്, നിർബന്ധമായിട്ടും തിരുത്തപ്പെടേണ്ട കാര്യമാണ്. ഒന്ന് പള്ളിയിൽ പോയാലോ, നമുക്കൊന്ന് ഒരു തീർത്ഥാടനത്തിന് പോയാലോ, നമുക്കൊരു പരിശുദ്ധ കുർബാനയ്ക്ക് ഒന്ന് പങ്കെടുക്കാൻ പോയാലോ, അവിടെ ചെന്നിട്ട് നമുക്ക് ഒരുമിച്ചൊന്ന് ബലിയർപ്പിച്ചാലോ? കർത്താവിനി എന്നാണ് അങ്ങനെ ഒരാൾ നമ്മളോട് ചോദിച്ചു തുടങ്ങണേ? നിങ്ങളുടെ പ്രാർത്ഥന കണ്ടിട്ട് കൊതിയാവുന്നു, ആ പ്രാർത്ഥനയൊന്ന് പഠിപ്പിച്ചു തരാമോ? നിങ്ങളെങ്ങനെയാണ് ഇത്ര സന്തോഷത്തോടു കൂടെ ഇരിക്കണേ? നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത്ര ക്ഷമിക്കാൻ പറ്റുന്നത്? ഈ ചോദ്യമൊക്കെ നമ്മളുടെ ആത്മീയത കണ്ടിട്ട് മറ്റൊരാളുടെ ഉള്ളിൽ നിന്ന് ഉയരേണ്ടതല്ലേ? എല്ലാം പോട്ടെ, നമ്മുടെ മക്കളെ നമ്മളെപ്പോഴാണ് പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്ന വിധത്തിൽ ഒരുങ്ങിയിട്ടുള്ളതെന്ന് ഇന്നത്തെ വചനം നമ്മളെ വെല്ലുവിളിച്ച് ചോദിക്കുന്നുണ്ട്.